Hello everyone, welcome to Disha Academy. അപ്പോൾ നമ്മൾ ബാങ്ക് എക്സാമിന് 5 മാർക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ. അതിൽ സിംപ്ലിഫിക്കേഷൻ എന്ന പാർട്ട് എല്ലാവർക്കും മാർക്സ് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ടൈം മാനേജ്മെന്റ് മാത്രമാണ് ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ സിംപ്ലിഫിക്കേഷൻ പഠിക്കാനായിട്ട് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. സ്ക്വയർസ്, ക്യൂബ്സ്, സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. എന്തായാലും ഈ ക്വസ്റ്റിന്റെ ഒരു മോഡൽ നിങ്ങളെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താം. അതായത് സിംപ്ലിഫിക്കേഷൻ നമുക്ക് ചോദിക്കുന്നത് ഇപ്പം 12 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ തരാൻ പോകുന്ന ഒരു 12 ക്വസ്റ്റ്യൻസിന്റെ കാര്യമാണ്. നമുക്ക് 5 മുതൽ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ച ടൈമുണ്ട്, 8 ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിച്ച ടൈമുണ്ട് ബാങ്ക് എക്സാംസിന്. എന്തായാലും നമുക്ക് നോക്കാം സിംപ്ലിഫിക്കേഷൻ ആൻഡ് അപ്രോക്സിമേഷൻ എന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയായിരിക്കും. വാട്ട് വിൽ കം ഇൻ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്നാണ്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ അടുത്ത് വരുന്നത് എന്താണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. 793 minus 478 plus 57 minus 35% of 1500 plus question mark is equal to 427. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അഡീഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. ജസ്റ്റ് പെർസെന്റേജ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ കാൽക്കുലേഷൻ ആണ് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേഷൻ ആണ്. പക്ഷേ ഈ സിമ്പിൾ കാൽക്കുലേഷൻ ടൈം കൺസ്യൂമിങ് അല്ലാണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് ഏറ്റവും എഫക്റ്റീവ് ആവുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്പേഴ്സ് എല്ലാം നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കണം. അപ്പൊ 793 എന്ന് പറയുമ്പോൾ അതിനെ കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് 417 പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾ ഇതൊക്കെ സബ്ട്രാക്ഷൻ ചെയ്യും, അതുപോലെ തന്നെ അഡീഷൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ഇതൊന്ന് സോൾവ് ചെയ്യാൻ നോക്കേ. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ബാങ്ക് എക്സാംസ് ആയതുകൊണ്ട് തന്നെ എത്ര ഓപ്ഷൻസ് കാണും? 5 ഓപ്ഷൻസ് കാണും. യൂണിറ്റ് ഡിജിറ്റ് ഒക്കെ വെച്ച് ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും യൂണിറ്റ് ഡിജിറ്റ് 0 ആണ്. അപ്പൊ ആ പരിപാടി നടക്കത്തില്ല. ഈ ഒരു ക്വസ്റ്റിന് അഡിഷൻ ചെയ്യണം, പെർസെന്റേജ് എടുക്കണം, ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. പെർസെന്റേജും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ചോദ്യത്തില് 35% ഓഫ് 1500 തന്നിട്ടുണ്ട്. കട്ട് ചെയ്യാം. പെർസെന്റേജിനെയും 2 സീറോയെയും ന്യൂമറേറ്റർ ഇട്ട് തന്നെ കട്ട് ചെയ്യാം. അതായത് ബൈ 100 എന്നൊരു സ്റ്റെപ്പ് ഒഴിവാക്കുക. പെർസെന്റേജിന്റെ കൂടെ തന്നെ ഉള്ള സീറോസിനെ നമുക്ക് കട്ട് ചെയ്യാം. അല്ലെ, പെർസെന്റേജും കട്ട് ചെയ്യാം, ഈ 2 സീറോയും കട്ട് ചെയ്യാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 25% ഓഫ് 33,000 എന്നാണെങ്കിൽ പെർസെന്റേജും 2 സീറോയും കട്ട് ചെയ്തിട്ട് 25 into 30 ചെയ്താൽ മതി. 125% ഓഫ് എങ്ങനെയായിരിക്കും ചിലപ്പോൾ 120% ഓഫ് 250 ഇങ്ങനെയാണെങ്കിൽ പെർസെന്റേജും ഈ ഒരു സീറോയും ഈ ഒരു സീറോ രണ്ടും അപ്പുറം ഇപ്പുറം കിടക്കുന്നത്. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാം. മനസ്സിലായോ? സ്റ്റെപ്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഇതെല്ലാം. പെർസെന്റേജിനെ കട്ട് ചെയ്ത് കളയുക, പകരം 2 സീറോയും ന്യൂമറേറ്ററിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. 793 minus 478 plus 57 minus 35%. ഇപ്പൊ ആൻസർ കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആൻസർ പെട്ടെന്ന് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സോ ഞാൻ ഇവിടുന്ന് ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ മൈൻഡിൽ സെറ്റ് ചെയ്യുവാണ്. പെർസെന്റേജും ഈ 2 സീറോയും ക്യാൻസൽ ആവും. ബാലൻസ് ഒരു 793 ഞാൻ എഴുതുവാണേ. 793 മൈനസ് 478 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് സ്റ്റെപ്സ് ഒരുപാടൊന്നും കുറയ്ക്കുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ തന്നെ മൈനസ് 35 into 50. 35 into 50 അതെങ്ങനെയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്? 35 into 50 എടാ 35നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എളുപ്പം ചെയ്തൂടെ? 35 into 10 എന്ന് പറഞ്ഞാൽ 350 അല്ലേ? ഇങ്ങനെ എഴുതണ്ട, മൈൻഡിൽ ചെയ്താൽ മതി. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ എഴുതി തന്നെ കാണിക്കുവാണ്. 35 into 10 എന്ന് പറഞ്ഞാൽ 350 അല്ലേ? 35 into 5 അപ്പൊ എന്ത് വരും? 35 into 5 എന്ത് വരും? 10ന്റെ പകുതി അല്ലേ 5? അപ്പൊ 350ന്റെ പകുതി എഴുതിയാ പോരെ? മനസ്സിലായോ? 350ന്റെ പകുതി ചെയ്താൽ പോരെ? 300ന്റെ പകുതി 150, 50ന്റെ പകുതി 25, ദാറ്റ് ഈസ് 175. അപ്പോ 35 into 10 എന്ന് പറഞ്ഞാൽ 350 ആണ്. 35 into 5 എന്ന് പറഞ്ഞാൽ 350യുടെ പകുതിയാണ്. സോ ആൻസർ എത്ര വരും? 525. അപ്പൊ ഇവിടെ എഴുതേണ്ടത് 525. അപ്പൊ നിങ്ങൾ ചോദിക്കും 35 into 15 എഴുതി ചെയ്യുന്നതല്ലേ ഇതിലും എളുപ്പം? അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ്, അങ്ങനെയാണ് നിങ്ങൾക്ക് ഫാസ്റ്റ് എങ്കിൽ
നിങ്ങൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ല കുറെ കുട്ടികളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഈ മെത്തേഡ് ഓക്കെ ആണ്. 35 into 15 കാണുന്ന ഉടനെ 350 plus 175 എന്ന് എഴുതാറുണ്ട്. അങ്ങനെ ചെയ്താലും മതി. ഇത് ഇത്രയും സ്റ്റെപ്സ് ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എഴുതിയത് ജസ്റ്റ് ഇത്ര മാത്രമേ എഴുതൂ. 35 into 10 350, 35 into 5 175. ജസ്റ്റ് ഒരു അഡീഷൻ മാത്രമേ ഉള്ളൂ 525. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ആയിട്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഫൈനൽ ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് തന്നെ ഫോളോ ചെയ്യണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഓരോരുത്തർക്കും ഓരോ മെത്തേഡ് ഓക്കെ ആയിരിക്കും, അത് തന്നെ ഫോളോ ചെയ്യാം. പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 427. ഒരു കാര്യം കൂടെ, ഏത് മെത്തേഡ് ആണോ ഈസി അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൂടുതൽ ഫാസ്റ്റ് ആക്കാൻ നോക്കുക. ഏത് മെത്തേഡാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൽ കുറെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇനി കുറെ അഡീഷൻ ഉണ്ട്, എല്ലാം കൂടെ പറക്കിയിട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. സോ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാം കൂടെ ഉള്ള അഡീഷൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ആ അഡ്ജസ്റ്റ്മെന്റ് എന്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഓക്കെ, ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 793 ഉണ്ട്. ഈ 7 കൂടി ഇങ്ങോട്ട് വന്നാൽ അത് 800 ആവത്തില്ലേ? 793 അല്ലേ? ഈ 7 കൂടെ എടുത്തു കഴിഞ്ഞാൽ 800 ആവത്തില്ലേ? ബാക്കി മൈനസ് 478. ഈ 427 ഞാൻ ഇപ്പുറം കൊണ്ടുവന്നു, മൈനസ് 427. ഇവിടെ 7 പോയത് കൊണ്ട് ബാക്കി 50 ഉള്ളൂ. മൈനസ് 525 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. നോക്കി, ഇവിടെ 800 ഈ 400ഉം ഈ 400ഉം ക്യാൻസൽ ചെയ്തൂടെ? മനസ്സിലായോ? 478 ഉണ്ട്, ഞാൻ 78നെ കട്ട് ചെയ്തിട്ടില്ല. 800 ഉണ്ടായതുകൊണ്ട് രണ്ട് 400 സബ്ട്രാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 800 ക്യാൻസൽ ആയി അല്ലേ? അപ്പൊ 800 നിന്ന് ഒരു 400 പോയി, ഒരു 400 പോയി. 78ഉം 27ഉം അവിടെ തന്നെ ഉണ്ട്, അത് എങ്ങും പോയിട്ടില്ല കേട്ടോ. 78ഉം 27ഉം അവിടെ തന്നെ ഉണ്ട്. പിടി കിട്ടിയോ? അതുപോലെ തന്നെ 78 ന്ന് 50 പോയി കഴിഞ്ഞാൽ 28 ആണ്. 78 ന്ന് 50 പോയി കഴിഞ്ഞാൽ 28 ആണ്. സോ മൈനസ് 28 ആണ്. ഒരു മൈനസ് 28 ഉണ്ട്, മൈനസ് 27 ഉണ്ട്, ഒരു മൈനസ് 525 ഉണ്ട്. സോ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 525 പ്ലസ് 28 പ്ലസ് 27 എന്ന് പറയുമ്പോഴത്തേക്കും 55 ആണ് അല്ലെ? 55 ആണ്. സോ ആൻസർ എത്ര വരും? 580. മനസ്സിലായോ? 580. അപ്പൊ ഇതിൽ പെട്ടെന്ന് സബ്ട്രാക്ട് ചെയ്യാൻ ആഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. പക്ഷെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ സ്പീഡ് ആവുന്നത്. ഇതിപ്പോ ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യും. നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ചെയ്തപ്പോഴാണ് ഒരു ഡിലേ വരുന്നത്. ഇപ്പൊ പറഞ്ഞ് ചെയ്യുമ്പോൾ കുറച്ച് ഡിലേ വരുമല്ലോ. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യൂ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ 3 ഡിജിറ്റ്സിനെ കട്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഒരു 589 minus 207 plus 342 plus 30 ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു മൈനസ് ആണ്, എങ്ങനെ ചെയ്യാം? ഈ 5 കട്ട് ചെയ്യുമ്പോൾ ഈ 2ഉം 3ഉം കൂടെ ചേർന്ന് കട്ട് ചെയ്താൽ മതി. കാരണം -2ഉം -3ഉം കൂടെ -500 റേഞ്ച് വരും. ആ ഹൺഡ്രഡ്സ് ക്യാൻസൽ ചെയ്തു. പിന്നെ 89 minus 87 minus 42 അല്ലെ? അതുപോലെ ഡിജിറ്റ് നോക്കിക്കഴിയുമ്പോൾ 9 ന്ന് 7ഉം സബ്ട്രാക്ട് ചെയ്യണം, 2ഉം സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 9ഉം 7ഉം 2ഉം ക്യാൻസൽ ആയി. അതായത് 80 ഇവിടെ ഒന്നുമില്ല അല്ലെ? 80 minus 40 plus 30 എന്ന് വരും. ദാറ്റ് ഈസ് എന്ത് വരും? 40 plus 30 70 വരും. മനസ്സിലായി? അപ്പം കുറച്ച് പ്രാക്ടീസ് ചെയ്യണം. കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഈസി ആയിരിക്കും. ഒന്ന് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ? ട്രിക്ക് എല്ലാം മനസ്സിലായല്ലോ? സോ ആൻസർ 580 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഓക്കെ ആണല്ലോ? ദെൻ നമുക്ക് SSC, RRB, ബാങ്ക് ഇത്രയും കോഴ്സസ് ആണ് നമ്മൾ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്, ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. സോ ഓൺലൈൻ കോഴ്സസ് ബാങ്ക് എക്സാംസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ, ഈ സ്ലൈഡിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ഓൺലൈൻ കോഴ്സസ് കോൺടാക്ട് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ SSCയുടെയും RRBയുടെയും ബാങ്കിന്റെയും കോഴ്സസ് ഓഫ്ലൈൻ ആയിട്ടും നമ്മുടെ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശൂർ, കാലിക്കറ്റ്, ട്രിവാൻഡ്രം
ഇത്രയും ഓഫ്ലൈൻ സെന്റേഴ്സ് ആണുള്ളത്. അപ്പം ഓഫ്ലൈൻ ബാച്ചിലാണ് ജോയിൻ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കോൺടാക്ട് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ടൈം സ്പേസ് ഉള്ള ടൈം ഒക്കെ ആയിട്ടുള്ളത്, അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മിക്സഡ് ഫ്രാക്ഷൻ. അപ്പൊ മിക്സഡ് ഫ്രാക്ഷനെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാനും ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ആക്കാനും ഒക്കെ അറിഞ്ഞിരുന്ന ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. 3 2/7 നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 2/7 ഇതിന്റെ ഡിനോമിനേറ്റർ 14, ഇതിന്റെ ഡിനോമിനേറ്റർ 14 ആയതുകൊണ്ട് നമുക്ക് 4/14 എന്ന് എഴുതാം. അതുപോലെ അടുത്തത് 4 പ്ലസ് 1/14 എന്ന് എഴുതാം. അടുത്തത് 9/14 എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു 188/x എന്ന് കൊടുക്കാം. 3യും 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ആണ്. 5ന്ന് 9 പോയി കഴിഞ്ഞാൽ -4 ആണ്. -4/14 വരും. ദാറ്റ് ഈസ് -2/7 എന്ന് വരും. Which is equal to 188/x എന്ന് വരും. So x is equal to 7 into 7 49 minus 2 47/7. 47/7 is equal to 188/x എന്ന് വരും അല്ലേ. So 47ഉം 188 കൂടെ കട്ട് ചെയ്യാനായിട്ട് 4 കൊണ്ട് കട്ട് ചെയ്യാം. So x is equal to 28 എന്ന് വരും. ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. എന്നെക്കാളും ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും ടൈം, ഇതിന്റെ പകുതി ടൈം പോലും വേണ്ട കേട്ടോ. ശരിക്കും ഇതിന്റെ പകുതി ടൈം പോലും വേണ്ട. ആ 188 47 കണ്ട സെക്കൻഡിൽ കട്ട് ചെയ്യും. എങ്ങനെയാ? ഭയങ്കര ഐക്യം ഉണ്ടായിട്ടാണോ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബുജിയായിട്ടാണോ? ഒന്നുമല്ല. കുറേ ബൈ ഹാർട്ട് ചെയ്യണം. കുറേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെച്ചേക്കണം. കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. കണ്ട് ചെയ്ത് പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെട്ടെന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാത്സിന്റെ കേസിൽ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന പോലെ മാത്സ്. അതായത് നമ്മളൊരാൾ പറഞ്ഞു തന്ന് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഒരു ആശാൻ ഇപ്പുറത്ത് കൊണ്ട് ആൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അതനുസരിച്ച് ചെയ്യും. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? ഒറ്റയ്ക്ക് ചെയ്താലല്ലേ ടെസ്റ്റ് പാസ്സാകും, അല്ലെങ്കിൽ നമ്മൾ എക്സാം പാസ്സാവുകയൊക്കെ ചെയ്യത്തുള്ളൂ. സെയിം ടൈപ്പ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയിരിക്കും അല്ലെ. ഗിയർ മാറ്റാൻ നേരത്ത് നോക്കി മാറ്റേണ്ടി വരും. പിന്നെ അതുപോലെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഓരോ അപ്രോച്ച് നമുക്ക് ആദ്യം ഒരാൾ അടുത്ത് നിന്ന് പറഞ്ഞു തരുന്നതാണല്ലോ. നമ്മൾ തനിയെ ഡ്രൈവ് ചെയ്ത് പിന്നെ നമുക്ക് റോഡ് പരിചയമായിരിക്കും, നമ്മുടെ വണ്ടി നമുക്ക് പരിചയമാവും. അതുപോലെ തന്നെ മാത്സ് നമ്പേഴ്സ് പരിചയമാവണം, ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ഉണ്ടായിരിക്കണം, ക്വസ്റ്റ്യൻസിന് പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. മാത്സ് അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. അല്ലാതെ ജസ്റ്റ് കേട്ട് മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല മാത്സ്. പഠിക്കാം, പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരിക്കും നിങ്ങൾ ചെയ്യുമ്പോൾ. പഠിച്ച ഓർമ്മ വെച്ച് അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ടൈം എടുക്കും. പക്ഷെ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോക്കിയോ, നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്പീഡ് ലെവൽ മാറും. നന്നായിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതെങ്ങനെയാ ചെയ്യുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ഇടയ്ക്കുള്ള സിമ്പിൾ പ്ലസ് ആണ്. കൺഫ്യൂഷൻ വേണ്ട. 3 into 2/7 ആണോ, 3 plus 2/7 ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. 3 plus 2/7 ആണ് കറക്റ്റ് കേട്ടോ. 3 plus 2/7 ആണ് കറക്റ്റ്. അപ്പൊ 3 plus 2/7 plus 4 plus 1/14 minus 9/14 is equal to 188/x. 3യും 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 7. ഇതിന്റെ ഡിനോമിനേറ്റർ 14, ഇതിന്റെ ഡിനോമിനേറ്റർ 14. അപ്പൊ എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ 14 ആണെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി. അഡീഷൻ ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ ആണ് സബ്ട്രാക്ഷൻ. അതാണ് എന്തിന്റെ ട്രിക്ക്? അഡീഷൻ. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുന്ന മെത്തേഡ് ആണ്. സോ ഇവിടെ ഞാൻ ഇൻറ്റു 2 ചെയ്തു, 14 ആക്കി. ബാലൻസ് ചെയ്യാൻ ഇവിടെ ഇൻറ്റു 2 ചെയ്തു. സോ ഇത് 4/14 എന്നായില്ലേ, 4/14 എന്നായില്ലേ. അപ്പൊ ഇത് എല്ലാ ഡിനോമിനേറ്റർ 14 ആയില്ലേ, എല്ലാ ഡിനോമിനേറ്റർ 14 ആയില്ലേ. സോ 2 into 2 4 plus 1 minus 9 is equal to 188/x എന്ന് വരും. So x plus 5 minus 9 എന്ന് പറഞ്ഞാൽ -4. -4/14 is equal to 188/x. കട്ട് ചെയ്യാം. 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 7. So 7 minus 2/7 is equal to 188/x.
7 into 7 4 മിക്സഡ് തരാം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട. ഇപ്പൊ a by b minus c by d ആണെങ്കിൽ a into d minus b into c divided by b into d. അതുപോലെ ചെയ്യുമ്പോൾ 7 into 7 49 minus 2 by 7 is equal to 188 by x. That is 47 by 7 is equal to 188 by x. 47 ഉം 188 ഉം കാണുമ്പോൾ 7 into 4 ആണെങ്കിൽ 8 ലാസ്റ്റ് വരും. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ആലോചിച്ച് നോക്കി. 7 into 4 ആണെങ്കിൽ 28 വരും, ബാലൻസ് ഒരു 2 ഉണ്ട്. 4 into 4 ആണെങ്കിൽ 16 ആണ്, 16 plus 2 18 ആണ്. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയപ്പോൾ പിടികിട്ടി 47 into 4 ആണ്. So ഇനി ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ x is equal to 7 into 4 28. ഓക്കെ ആണോ? മനസ്സിലായി? അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻസ്, പെർസെന്റേജ്, കുറെ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് സ്ക്വയർ റൂട്ട്, അതുപോലെ പെർസെന്റേജ്, 19 into 39, ഇതൊക്കെ നല്ല നമ്പേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കണം. കാരണം PYQs ചെയ്ത് പഠിച്ചവർ ഈ നമ്പേഴ്സിനെ 1 2 3 തവണ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രൈം നമ്പേഴ്സിന്റെ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് എപ്പോഴും ബാങ്ക് എക്സാംസിന് ചോദിക്കും. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2 3 5 7 11 13 17 19 അല്ലേ? Then 23 29 31 37 41 43 47 53 59 61 67 71 73 79 then 83 89 97. ഇത്രയും പ്രൈം നമ്പേഴ്സ്. അതിൽ ഈ 13 into 17 ഓ 11 into 17 ഓ 13 into 19 ഓ 19 into 37 ഓ അല്ലെങ്കിൽ 19 into 31 ഓ 19 പ്രൈം നമ്പർ 19 into 29 ഓ 19 into 59 ഓ 19 into 79 ഓ അതുപോലെ പ്രൈം നമ്പർ അല്ലാത്ത 39 ഓ 49 ഓ ഒക്കെ ചോദിക്കാം ഇങ്ങനെ എക്സാമിന് കേട്ടോ. അപ്പൊ പ്രൈം നമ്പർ കണക്ട് ചെയ്തിട്ട് 39 പ്രൈം നമ്പർ അല്ല എങ്കിലും 19 പ്രൈം നമ്പർ ആണ്, അതിന്റെ കോമ്പിനേഷൻസ് ഒക്കെ ചോദിക്കാം. സോ ആൻസർ എന്ത് വരും? റൂട്ട് ഓഫ് 15 into 22ന്റെ സ്ക്വയർ എന്താ? 22ന്റെ സ്ക്വയർ എന്താ? ഓക്കെ, 12ന്റെ സ്ക്വയർ എന്താ? 11ന്റെ സ്ക്വയർ എത്രയാണോ? 1 എഴുതി 1 എഴുതി ഈ 1 1 ആഡ് ചെയ്ത് നടുക്ക് എഴുതണം 121. 12ന്റെ സ്ക്വയർ എന്താ? 144. ഇങ്ങനെയാണ് അല്ലെ? അതുപോലെ തന്നെ 12ന്റെ സ്ക്വയർ 144 ആയതുകൊണ്ട് 21ന്റെ സ്ക്വയർ എന്ത് വരും? 441 വരും. 21ന്റെ സ്ക്വയർ എന്ത് വരും? 441 വരും. ഓക്കെ, 22ന്റെ സ്ക്വയർ എന്ത് വരും? 22 11ന്റെ മൾട്ടിപ്പിൾ അല്ലേ? സോ 22ന്റെ സ്ക്വയർ 4 എഴുതി ആഡ് ചെയ്ത് നടുക്ക് എഴുതി 484. കാരണം 400 റേഞ്ച് അല്ലേ വരും. 441 കഴിഞ്ഞ അടുത്ത 400 റേഞ്ച് അല്ലേ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഓർത്തിരിക്കാം. 22ന്റെ സ്ക്വയർ 484 ആണ്. പെർസെന്റേജും 60ന്റെ സ്ക്വയർ ആകുമ്പോൾ 2 0 ഉണ്ട്, ആ 2 0യും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് വരും? 40 into 36 എന്ന് വരും അല്ലെ? 40 into 6ന്റെ സ്ക്വയർ മൊത്തം പോയി, 0യുടെ സ്ക്വയർ മൊത്തം പോയി, 6 into 6 36 ആണ്. പ്ലസ് 19 into 39 ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് 19 into 39 is equal to 741 ആണ്. 19 into 39 is equal to 741. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 39ന്റെ 20 ടൈംസ് എടുക്കും. 20 into 39 എടുക്കും. 19 എണ്ണം മതിയല്ലോ. 39 എത്ര എണ്ണം മതി? 20 എണ്ണം വേണ്ടല്ലോ. സോ കിട്ടുന്ന ആൻസറിൽ നിന്ന് 39 അങ്ങ് കുറച്ചാൽ മതി. ഒരു 39 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 19 39 മതി. 20 എണ്ണം ചെയ്യുവാണെങ്കിൽ ഒരു 39 ഫൈനലി കുറയ്ക്കണം. അപ്പൊ 39 into 2 എന്ന് വെച്ചാൽ 780 ആണ്. അതിൽ നിന്നൊരു 39 പോവാ. 40 പോയി കഴിഞ്ഞാൽ 740 വരും. സോ 741 വരും. മനസ്സിലായോ? അങ്ങനെ വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. മനസ്സിലായോ? 39ന്റെ കൂടെ 20 മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 39 സബ്ട്രാക്ട് ചെയ്യുക. 39 സബ്ട്രാക്ട് ചെയ്യാൻ പാടാണ്. 40 സബ്ട്രാക്ട് ചെയ്തിട്ട് ഒരെണ്ണം അധികം സബ്ട്രാക്ട് ചെയ്തുകൊണ്ട് ആ ഒരെണ്ണം കൊടുത്താൽ മതി. 80ൽ 40 പോയാൽ 40 ആണ്. എക്സ്ട്രാ ഒരെണ്ണം സബ്ട്രാക്റ്റഡ് ആയതുകൊണ്ട് ഒരെണ്ണം ഇട്ട് കൊടുത്തു. 741. മനസ്സിലാവുന്നുണ്ടോ? 780 40 സബ്ട്രാക്ട് ചെയ്താൽ 740 ആണ്. പക്ഷെ 39 സബ്ട്രാക്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. സോ ഒരു 1 എക്സ്ട്രാ ഇട്ട് കൊടുത്തു, 740.
അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സബ്ട്രാക്ഷൻ ഈസി ആക്കാം. ഒന്ന് റൗണ്ട് ചെയ്ത് സബ്ട്രാക്ട് ചെയ്തിട്ട് എത്രയാണോ റൗണ്ട് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തത് അത് പിന്നീട് ഇട്ട് കൊടുത്താലും മതി. ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? 15 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ട്രിക്ക് ഓർമ്മയുണ്ടോ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതിയും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 8 4 അതിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4840 4840. അതിന്റെ ഹാഫ് 2 4 2 0. ഇത് ആഡ് ചെയ്യുമ്പോൾ 0 6 7260. അപ്പൊ റൂട്ട് ഓഫ് 7260 എന്ന് വരും അല്ലെ? of 7260 minus 36 into 4 എത്ര? 144. 36 into 4 എത്ര? 144. 144 വരുന്ന എല്ലാ ഏരിയസും പഠിച്ചു വെച്ചേക്കുക. 36 144 നമുക്ക് ഒത്തിരി ആവശ്യമുണ്ട്. ഈ സിംപ്ലിഫിക്കേഷന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനിപ്പം ഞാനൊരു ബാങ്കിന്റെ ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോഴത്തേക്കും ഒരു 10-18 ക്വസ്റ്റ്യൻ സിംപ്ലിഫിക്കേഷന്റെ പോയായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ 36 into 4 വരുന്നതും ഈ 144 പല രീതിയിൽ 36 അപ്പൊ ഞാൻ പറയും ചെയ്തു 36 into 4 144 ആണ്. അപ്പൊ അതിന് പല കോമ്പിനേഷനും പറഞ്ഞു. 12 ന്റെ സ്ക്വയർ 144 ആണ്, 36 into 4 144 ആണ് അല്ലെ? അപ്പൊ അങ്ങനെ പല കോമ്പിനേഷനും 36 into 4 അങ്ങനെ 144 ആണ്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 48 into 3 144 ആണ് അല്ലെ? ഇതെല്ലാം കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 144 പെട്ടെന്ന് ഓർക്കുക. 144 0 plus 741 is equal to 0 x square. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇതാ ഇവിടെ ഒരു 40 ഉണ്ട്. ഈ 40 ക്യാൻസൽ ആയി. അതായത് 741 ഉണ്ട്. അതിൽ നിന്ന് 1440 കുറയ്ക്കണം. അപ്പൊ 41 40 അങ്ങ് കുറച്ചാൽ 4 കട്ട് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും, അല്ലാണ്ടും ചെയ്യാൻ പറ്റും, പക്ഷെ കട്ട് ചെയ്തും ചെയ്യാൻ പറ്റും. അതുപോലെ അടുത്ത 3 ഡിജിറ്റിൽ ഇവിടുത്തെ 4 സബ്ട്രാക്ട് ചെയ്യണം. ഇവിടുന്ന് 4 പോയാൽ 3 ആണ്. 341 741 എന്ന് പറയുന്നത് 301 ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടുന്ന് വീണ്ടും ഒരു 4 കട്ടായിട്ട് ബാക്കി 3 ആണ്. അപ്പൊ 301 എന്ന് മാത്രമാണ് ബാലൻസ് ഉള്ളത്. ദെൻ ഇവിടെ ഒരു 1000 ആണുള്ളത്. ഇവിടെ ഒരു 1000 ആണുള്ളത്. 7000 നിന്ന് 1000 പോയ 6000 ആണ്. 6260 പ്ലസ് 301 മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ എഴുതാതെ തന്നെ ചെയ്യാം. അവിടെ ഡിജിറ്റ് കട്ട് ചെയ്ത് തന്നെ ചെയ്യാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. 6561 വരും. ഞാൻ ഡിജിറ്റ് കട്ട് ചെയ്ത് തന്നെ ചെയ്ത് കാണിക്കാം. സോ റൂട്ട് ഓഫ് 0 minus 0 0 0 plus 1 1 6 minus 0 6 6 plus 0 6 2 minus 0 plus 2 minus 3 2 minus 3 എന്ന് പറയുമ്പോൾ 2 plus 3 so 5 വരും. അടുത്ത 7 minus 1 6 വരും കണ്ടോ. ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് എഴുതാൻ പറ്റും. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാൻ പറ്റും. സോ which is equal to x square. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടെങ്കിൽ അതും ഫോളോ ചെയ്യാൻ കേട്ടോ. എപ്പോഴും 1-2 മെത്തേഡ്സ് മൈൻഡിൽ ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ x square ആണ് റൂട്ട് ഓഫ് 6561. ഇനി x square ആയിട്ട് വരുന്നത് 6561ന്റെ റൂട്ട് വരാൻ ചാൻസ് എന്തൊക്കെയാണ്? ഇതിൽ ഡെസിമൽസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 6561 പെർഫെക്റ്റ് സ്ക്വയർ ആണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഡെസിമൽസ് ഒന്നും ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പിക്കാം 6561 എന്നാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഒന്നിൽ അവസാനിക്കണമെങ്കിൽ ഒരു സ്ക്വയർ ഒന്നിൽ അവസാനിക്കണമെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് 1 ആവണം അല്ലെങ്കിൽ 9 ആവണം. ഇത് 65 വരണമെങ്കിൽ 70 റേഞ്ച് ആണെങ്കിൽ 4900 വരുന്നത്. 80 റേഞ്ച് ആണെങ്കിൽ 6400 വരും. അപ്പൊ 6400 കഴിഞ്ഞുള്ളതാണ്. 64 കഴിഞ്ഞ് അടുത്ത് നിൽക്കും 65 അല്ലെ? അപ്പൊ 81ന്റെ സ്ക്വയർ ആണ്. 89ന്റെ വരാൻ ചാൻസ് ഉള്ള ഓപ്ഷനും അങ്ങനെയാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ 81ന്റെ സ്ക്വയർ ആണ് റൂട്ട് ഓഫ് 81ന്റെ സ്ക്വയർ ആണ് x സ്ക്വയർ. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി. So x square is equal to 81. So x is equal to 9. മനസ്സിലായോ? സോ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ
40% of x is equal to 55% of 360 is equal to 36% of 45. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ പെർസെൻറ്റേജ് 45% 36 ഇവിടെ 36 ഇവിടെ 55 45 10 so 36 40% 2.5 x is equal to 100 so 2/5 x is equal to 64 so 32 160 ഇത്രയുള്ള ആൻസർ. ഇങ്ങനെയും ചെയ്യാം. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുമെങ്കിലും ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട്. എക്സ്പ്ലെയിൻ ഞാൻ ചെയ്തു തരാം, കാരണം വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കാണിച്ചത്. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനേക്കാൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിനേക്കാൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻസ് കണ്ട് പരിചയമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ചെയ്തതെന്ന് നോക്കാം. ഇതിന് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ 20% of x 20% of x എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? 20/100 into x എന്ന് എഴുതും അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ 20 into അല്ലെങ്കിൽ x ഇപ്പുറത്ത് എഴുതി x into 20/100. ഇത് രണ്ടും സെയിം അല്ലേ? 20/100 into x എന്ന് പറഞ്ഞാലും x/100 into 20 എന്ന് പറഞ്ഞാലും രണ്ടും ഒരുപോലെ അല്ലേ? സോ x% of 20 എന്ന് എഴുതിക്കൂടെ ഇതിനെ? മനസ്സിലായി? 20% of x തന്നെയായിരിക്കും x% of 20. That is x% of y തന്നെയായിരിക്കും y% of x. ഇതാണ് ഞാൻ ഇവിടെ പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ക്ലൂ എന്ന് പറയുന്നത്. x% of y തന്നെയായിരിക്കും y% of x. അതായത് 55% of 360 എനിക്ക് 360% of 55 എന്ന് എഴുതാം, അല്ലെങ്കിൽ 36% of 550 എന്ന് എഴുതാം. മനസ്സിലായോ? ഈ 55 360 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം. അപ്പൊ 360 360% of 55. വേണമെങ്കിൽ ഈ 10നെ അങ്ങ് അപ്പുറം കൊണ്ടുപോകാം. അങ്ങനെ നമ്പർ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറി എന്ന് പറഞ്ഞ ഒരു ചേഞ്ചും ഇല്ല. പ്രൂവ് ചെയ്ത് കാണിക്കണോ? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതായത് ഇങ്ങനെ എഴുതി നോക്കണം കേട്ടോ. 55/100 into 360 എന്ന് എഴുതിയിട്ട് 550 into 36/100 എന്ന് എഴുതിയിട്ട് ഈ സംഭവത്തിനെ 36% of എന്ന് എഴുതിയിട്ട് 550 എന്ന് എഴുതാൻ പറ്റും. 36% of 550 അങ്ങനെ എഴുതാൻ പറ്റും അല്ലെ? 36% of 550 എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 45% of 360 എന്ന് എഴുതാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തിന് ഏതാണോ ബെസ്റ്റ് അതുപോലെ ചെയ്യാം. അപ്പൊ 40% of x 40/100 2/5 എന്ന് എഴുതാം. 40% 2/5 പെട്ടെന്ന് ഡയറക്റ്റ് എഴുതാം. 20% 1/5 ആണ്, 20% 1/5 ആണ്, 40% 2/5 ആണ്, 60% 3/5 ആണ്. ഇതൊക്കെ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റുമേ. 20% 1/5 ആണ്, 40% 2/5 ആണ്. ഇതൊക്കെ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് 40% of x ന് പകരമേ 2/5x എന്ന് എഴുതാൻ പറ്റും. 2/5x എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു നോക്കണേ, കുറച്ച് സ്പീഡ് ആയിട്ടുണ്ട്. ഓക്കെ, 2/5x പ്ലസ് ഇവിടെയാണ് നമ്മുടെ ബുദ്ധി പ്രയോഗിക്കേണ്ട, അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് കറക്റ്റ് ആക്കേണ്ടത്. ഇവിടെ ഒരു 55% of 360 ഉണ്ട്. ഇവിടെ നമുക്ക് 45% of 360 എന്ന് എഴുതാം. അപ്പൊ 55% 360 45% 360 കുറയ്ക്കുമല്ലേ വേണ്ടത്? ഇത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ 55% of 360 45% of 360 കുറയ്ക്കുമ്പോൾ 10% of 360 വരും. 10% of 360. 55 45 കുറച്ചാൽ മതി അല്ലെ? 55% 45% കുറച്ചാൽ 10% കിട്ടും. ഏത് വാല്യൂവിന്റെ ആയാലും 55% of x നിന്ന് 45% of x കുറച്ചാൽ 10% of x ആണ് കിട്ടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. is equal to 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. പെർസെന്റേജിൽ 2 0 ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/5x is equal x plus 36 is equal to 100. 100 minus 36 2/5. അപ്പൊ x എത്ര വരും? 36ന്റെ കൂടെ 64 കൂട്ടിയാലാ 100 എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി ഒരു സ്റ്റെപ്പ് ഒന്നും എഴുതണ്ട. ജസ്റ്റ് ഇതിന് പകരം 64 എഴുതാം. 2 64 കൂടെ കട്ട് ചെയ്യുമ്പോൾ 32. So x is equal to 32 into 5 160. ഓക്കെ ആണോ?
അപ്പം നമ്മൾ യൂസ് ചെയ്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. സ്ക്വയർ റൂട്ട് പഠിക്കണം, ക്യൂബ് റൂട്ട് പഠിക്കണം, സ്ക്വയർ കണ്ടുപിടിക്കാൻ പഠിക്കണം, ക്യൂബ് കണ്ടുപിടിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ സ്ക്വയർസ് കുറേ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണം. പിന്നെ ഈ അഡ്ജസ്റ്റ്മെന്റ് പെർസെൻറ്റേജിനകത്ത് ചെയ്യേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ പഠിക്കണം. പെർസെൻറ്റേജ് ഫ്രാക്ഷൻ വാല്യൂ ബൈ ഹാർട്ട് ചെയ്യണം. അപ്പം 33 1/3% ഓഫ് എന്ന് പറയുമ്പോൾ എന്താ ഈ 33 1/3% എന്ന് പറഞ്ഞാൽ സ്റ്റക്കായി നിൽക്കാതെ അതിന് നേരെ 1/3 എന്ന് കൊടുത്ത് ചെയ്യാൻ പറ്റണം. അപ്പോൾ കുറെ പെർസെൻറ്റേജ് വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യണം. ഈ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ വേണം. അപ്പൊ അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. അപ്പൊ ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.